അരുളപ്പാടിൻ്റെ ഒരു പുതിയ എപ്പിസോഡിലേക്ക് എല്ലാവരെയും സ്വാഗതം ചെയ്യുന്നു. ഇന്ന് നമുക്ക് ലഭിച്ചിരിക്കുന്ന ദൈവത്തിൻ്റെ വചനം ലൂക്കായുടെ സുവിശേഷം 8-ാം അധ്യായം അതിൻ്റെ 22 മുതൽ 25 വരെയുള്ള വചനങ്ങളാണ്. അവിടെ ഇപ്രകാരം പറയുന്നു: ഒരു ദിവസം യേശുവും ശിഷ്യന്മാരും വഞ്ചിയിൽ കയറി, നമുക്ക് തടാകത്തിൻ്റെ മറുകരയ്ക്ക് പോകാം എന്ന് അവൻ പറഞ്ഞു. അവർ പുറപ്പെട്ടു. അവർ തുഴഞ്ഞുകൊണ്ടിരുന്നപ്പോൾ അവൻ ഉറങ്ങുകയായിരുന്നു. അപ്പോൾ തടാകത്തിൽ കൊടുങ്കാറ്റുണ്ടായി, വഞ്ചിയിൽ വെള്ളം കയറി, അവർ അപകടത്തിലായി. അവർ അടുത്തു വന്ന്, ഗുരു, ഞങ്ങൾ നശിക്കുന്നു എന്ന് പറഞ്ഞ് അവനെ ഉണർത്തി. അവൻ എഴുന്നേറ്റ് കാറ്റിനെയും തിരകളെയും ശാസിച്ചു. അവ നിലച്ചു, ശാന്തത ഉണ്ടായി. അവൻ അവരോട് ചോദിച്ചു, നിങ്ങളുടെ വിശ്വാസം എവിടെ? അവിടെ നമുക്ക് കാണുവാൻ കഴിയുന്നുണ്ട്, കൊടുങ്കാറ്റിനെ ശാന്തമാക്കുന്നു. ജീസസ് കാംസ് എ സ്റ്റോം. ദൈവം കൊടുങ്കാറ്റിനെ ശാന്തമാക്കുന്നു. ഈ 2022 നമ്മൾ കാലുകുത്തിയിരിക്കുമ്പോൾ, ഈ പാൻഡമിക്കിൻ്റെ കാലഘട്ടങ്ങളിൽ ഈ നമ്മുടെ ജീവിതത്തിൽ അനവധിയായ പ്രതിസന്ധികളുടെയാണ് ഞാൻ നിങ്ങൾ കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ ദൈവം പറയുകയാണ്, നിങ്ങളുടെ ജീവിതത്തിൻ്റെ കൊടുങ്കാറ്റുകളെ ഞാൻ ശാന്തമാക്കുമെന്ന്. നമ്മുടെ ജീവിതമാകുന്ന വഞ്ചിയിൽ ഞാനും നിങ്ങളും മറുകരയെ ലക്ഷ്യമാക്കി യാത്ര ചെയ്യുമ്പോൾ ദൈവം നമ്മോട് കൂടെയുണ്ട്. അതായത് നമ്മുടെ ലക്ഷ്യമെന്ന് പറയുന്നത് സ്വർഗരാജ്യമാണ്. സ്വർഗരാജ്യത്തിലേക്ക് ലക്ഷ്യമാക്കി നമ്മുടെ ജീവിതത്തിലൂടെ നമ്മൾ യാത്ര ചെയ്യുമ്പോൾ നമ്മുടെ ജീവിതത്തിൽ അനേക പ്രതിസന്ധികൾ കടന്നു വരാറുണ്ട്. അവിടെ ആ പ്രതിസന്ധികളെ നമ്മൾ എങ്ങനെ തരണം ചെയ്യുന്നു എന്നുള്ളതാണ് ഇവിടുത്തെ പ്രധാനം. ഈ പ്രതിസന്ധികളെ തരണം ചെയ്യുന്നത് യേശു നമ്മോട് കൂടെയുണ്ട്. അവൻ ഇമ്മാനുവേൽ എന്നാണ് പറയുന്നത്. അതായത് വിശുദ്ധ മത്തായിയുടെ സുവിശേഷം 1-ാം അധ്യായം അതിൻ്റെ 23-ാം വാക്യം പറയുന്നു, ദൈവം നമ്മോട് കൂടെ എന്നുള്ള അർത്ഥമുള്ള ഇമ്മാനുവേൽ എന്ന് വിളിക്കപ്പെടും. അന്നേരം ഈ ദൈവം നമ്മോട് കൂടെയുണ്ട്, യേശു നമ്മോട് കൂടെയുണ്ട്. അന്നേരം നമ്മോട് കൂടെ യേശു ഉണ്ടെങ്കിൽ നമ്മൾ നമ്മുടെ ജീവിതത്തിൽ ഒരു പ്രതിസന്ധിയും ഞാനും നിങ്ങളും ഭയപ്പെടേണ്ടെന്ന് ദൈവം നമ്മളെ ഓർമ്മപ്പെടുത്തുന്നു. ഇവിടെ നമുക്ക് കാണുവാൻ കഴിയുന്നുണ്ട്, അവർ വഞ്ചി തുഴഞ്ഞുകൊണ്ടിരിക്കുകയായിരുന്നു. അന്നേരം നമ്മുടെ ജീവിതത്തിൽ നമ്മളും തുഴഞ്ഞുകൊണ്ടിരിക്കുകയാണ്, നമ്മുടെ ജീവിതത്തെ തുഴഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അവിടെ നമുക്ക് കാണുവാൻ കഴിയുന്നുണ്ട്, യേശു ഉറങ്ങുകയായിരുന്നു. അപ്പോൾ കൊടുങ്കാറ്റ് ഉണ്ടായി. യേശു ഉറങ്ങുകയായിരുന്നു. അന്നേരം നമ്മുടെ ജീവിതത്തിൽ നമ്മളത് ശ്രദ്ധിക്കണം. എൻ്റെ ജീവിതത്തിൽ യേശു ഉറങ്ങുന്ന അവസ്ഥയിലാണോ എന്ന് ഈ ദിവസം ഒന്ന് ചിന്തിക്കേണ്ടിയിരിക്കുന്നു. യേശു ഇവിടെ ഇവിടെ വള്ളത്തിൽ, വഞ്ചിയിൽ യേശു ഉറങ്ങിയപ്പോൾ അപ്പോൾ കൊടുങ്കാറ്റുണ്ടായി. അവരുടെ വഞ്ചിയിലേക്ക് വെള്ളം കയറി. അന്നേരം നമ്മുടെ ജീവിതത്തിൽ യേശു ഉറങ്ങുന്ന അവസ്ഥയിലാണോ എന്ന് ചിന്തിക്കുക. യേശു ഉറങ്ങുന്ന അവസ്ഥയിലാണെങ്കിൽ വലിയ കൊടുങ്കാറ്റുകളും ഒക്കെ നമ്മുടെ ജീവിതത്തിലും ആഞ്ഞ് അടിക്കുമെന്ന് യാതൊരു സംശയവുമില്ല. അന്നേരം ഇവിടെ നമുക്ക് കാണുവാൻ കഴിയുന്നുണ്ട്, അതായത് യേശു ഉറങ്ങുന്ന അവസ്ഥ എന്ന് പറയുമ്പോൾ എൻ്റെ ജീവിതത്തിൽ ദൈവവുമായിട്ടുള്ള ഒരകലുന്ന ഒരവസ്ഥയാണ്. അതുകൊണ്ടാണ് യെശയ്യാ പ്രവാചകൻ്റെ പുസ്തകം 59-ാം അധ്യായം അതിൻ്റെ 1-2 വചനങ്ങൾ ഇപ്രകാരം കാണുന്നുണ്ട്: രക്ഷിക്കാൻ കഴിയാത്തവണ്ണം കർത്താവിൻ്റെ കരം കുറുകിയിട്ടില്ല, കേൾക്കാനാവാത്ത വിധം അവിടുത്തെ കാതുകൾക്ക് മാന്യം സംഭവിച്ചിട്ടില്ല. എങ്കിലും നിൻ്റെ അകൃത്യങ്ങളത്രേ, നിൻ്റെ പാപങ്ങളത്രേ നിന്നെയും നിൻ്റെ ദൈവത്തെയും തമ്മിൽ അകറ്റിയിരിക്കുന്നത്. ഹല്ലേലൂയ. അന്നേരം എൻ്റെയും നിങ്ങളെയും ദൈവത്തിൽ നിന്ന് അകറ്റുന്നത് നമ്മുടെ പാപാവസ്ഥയാണ്. അന്നേരം നമ്മുടെ പാപങ്ങളൊന്ന് ഏറ്റുപറഞ്ഞുകൊണ്ട്, പക്ഷേ ഈ പ്രതിസന്ധിയിൽ നമ്മുടെ പാപങ്ങളൊക്കെ ഒന്ന് ഏറ്റുപറഞ്ഞ് ദൈവം നമ്മളെ വിളിക്കുക, അത് വരുവീൻ നമുക്കൊന്ന് രമ്യതപ്പെടാം. യെശയ്യാ പ്രവാചകൻ്റെ പുസ്തകം 1-ാം അധ്യായം അതിൻ്റെ 18-ാം വാക്യം പറയുന്നതാണ്, വരുവീൻ നമുക്ക് ഒന്ന് രമ്യതപ്പെടാം. നിൻ്റെ പാപം എത്ര കടും ചുവപ്പാണെങ്കിലും ഞാൻ മഞ്ഞ് പോലെ വെളുപ്പിക്കാമെന്ന് പറഞ്ഞ ഈ ദൈവത്തിൻ്റെ വചനം. അതുകൊണ്ട് ദൈവത്തിൻ്റെ സന്നിധിയിൽ നമ്മുടെ പാപങ്ങളൊക്കെ ഒന്ന് ഏറ്റുപറഞ്ഞ് ആ ധൂർത്തപുത്രൻ്റെ അവസ്ഥയിലേക്ക് കടന്നു ചെന്നുകൊണ്ട്, അപ്പം സ്വർഗത്തോട് നിന്നോട് ഞാൻ പാപം ചെയ്തു, നിൻ്റെ മകനെന്ന് വിളിക്കപ്പെടുവാൻ ഞാൻ യോഗ്യനല്ല എന്നുള്ള ആ വലിയൊരു ബോധ്യത്തിലേക്ക് കടന്നു വന്നുകൊണ്ട് നമ്മുടെ പാപങ്ങളൊക്കെ ഏറ്റുപറഞ്ഞുകൊണ്ട് നമ്മൾ ദൈവവുമായിട്ടുള്ള ആ അകൽച്ച ഒന്ന് പരിഹരിക്കുവാൻ ഈ 2022 ദൈവം എന്നെയും നിങ്ങളെയും ഓർമ്മപ്പെടുത്തുകയാണ്. ഇവിടെ നമുക്ക് കാണുവാൻ കഴിയുന്നുണ്ട്, അപ്പോൾ വഞ്ചിയിൽ വെള്ളം കയറി.
വഞ്ചിയിൽ വെള്ളം കയറി. അതായത് ദൈവം നമ്മോട് കൂടെയുണ്ട്. അന്നേരം ഈ വഞ്ചിയിൽ ദൈവം ഉണ്ടെങ്കിൽ, എൻ്റെ കൂടെ എൻ്റെ ദൈവമുണ്ടെങ്കിൽ, ഈ ഏത് ശക്തിക്കാണ് എന്നെയും നിങ്ങളെയും തകർക്കാൻ കഴിയുന്നത്? നമുക്ക് കാണുവാൻ കഴിയുന്നുണ്ട്. യെശയ്യാ പ്രവാചകൻ്റെ പുസ്തകം അതിൻ്റെ 43-ാം അധ്യായം അതിൻ്റെ 1 മുതലുള്ള തിരുവചനങ്ങൾ വായിക്കുമ്പോൾ നമുക്ക് കാണുവാൻ കഴിയുന്നുണ്ട്. യാക്കോബേ, നിന്നെ സൃഷ്ടിക്കുന്ന, നമ്മുടെ പേര് ചൊല്ലി വിളിക്കുന്ന നമ്മുടെ ഒരു ദൈവം, ആ ദൈവം പറയുകയാണ്, നീ എൻ്റേതാണ്. നീ നദികൾ കടക്കുമ്പോൾ, നീ സമുദ്രത്തിലൂടെ കടക്കുമ്പോൾ ഞാൻ നിന്നോട് കൂടെ ഉണ്ടായിരിക്കും. അന്നേരം എന്നോട് കൂടെയുള്ളൊരു ദൈവം എൻ്റെ ജീവിതത്തിലുണ്ട്. അന്നേരം ഈ ദൈവം കൂടെയുണ്ട്. എന്നിട്ട് പറയാണ്, നദികൾ നിന്നെ മുക്കിക്കളയത്തില്ല, നിനക്ക് അഗ്നിയിലൂടെ നടന്നാൽ നിനക്ക് പൊള്ളലേൽക്കുകയില്ല, ജ്വാല നിന്നെ ദഹിപ്പിക്കുകയുമില്ല. അന്നേരം ഈ ദൈവം എന്നോട് കൂടെയുണ്ട്. ഈ ദൈവം എന്നെ തകർക്കുകയില്ല. ഈ ദൈവം എന്നെ രക്ഷിക്കാൻ കടന്നു വന്നവനാണ്. അതുകൊണ്ട് എൻ്റെ ജീവിതത്തിൽ എന്ത് പ്രതിസന്ധി വന്നാലും എന്നെ അതിന് തകർക്കാനായിട്ട് സാധിക്കത്തില്ല എന്നുള്ള ആ ഒരു വലിയൊരു ബോധ്യം എൻ്റെയും നിങ്ങളുടെയും ജീവിതത്തിൽ ഉണ്ടാകണം. ഹല്ലേലൂയ. അന്നേരം ഈ ഒരു ബോധ്യം എനിക്കുണ്ടാകണം. എൻ്റെ ദൈവം എന്നോട് കൂടെയുണ്ട്, എൻ്റെ ദൈവം എന്നോട് കൂടെയുണ്ട്. അതുകൊണ്ടാണ് യെശയ്യാ 41:10 പറഞ്ഞിരിക്കുന്നത്, നീ ഭയപ്പെടേണ്ട, സംഭ്രമിക്കേണ്ട, ഞാനാണ് നിൻ്റെ ദൈവം, ഞാൻ നിന്നെ ശക്തിപ്പെടുത്തുകയും സഹായിക്കുകയും ചെയ്യും, എൻ്റെ വിജയകരമായ വലത് കൈ കൊണ്ട് ഞാൻ നിന്നെ താങ്ങി നിർത്തുമെന്ന് അരുളി ചെയ്ത ദൈവത്തിൻ്റെ വചനം. അന്നേരം ഒരു ശക്തിക്കും എന്നെയും നിങ്ങളെയും തകർക്കാനായിട്ട് സാധിക്കത്തില്ല. കാരണം സർവശക്തനായ ഒരു ദൈവം എനിക്കും നിങ്ങൾക്കുമുണ്ട്. എനിക്കൊരു അപ്പനുണ്ടെന്നുള്ളൊരു ബോധ്യം എനിക്കും നിങ്ങൾക്കും ഉണ്ടാകണം. ഈ 2022 ഒരു പ്രതിസന്ധിക്കും എന്നെയും നിങ്ങളെയും തകർക്കുവാനായിട്ട് സാധിക്കത്തില്ല എന്നുള്ള ആ വലിയൊരു വിശ്വാസത്തിലേക്ക് ഞാനും നിങ്ങളും കടന്നു വരണം. അത് കഴിഞ്ഞ് യേശുവിനെ അവർ വിളിച്ചുണർത്തുകയാണ്. അവൻ അടുത്ത് വന്നു. അന്നേരം നമ്മൾ പറഞ്ഞു, നമ്മുടെ പാപങ്ങളാണ് നമ്മളെ അകറ്റുന്നതെന്ന് പറഞ്ഞു. അന്നേരം ഇവരടുത്ത് വന്നു. നമ്മുടെ പാപങ്ങളൊക്കെ ഏറ്റു പറഞ്ഞ് നമ്മൾ ദൈവമായിട്ടുള്ള അകലമൊന്ന് കുറച്ച് ദൈവത്തിൻ്റെ സന്നിധിയിൽ വന്നിട്ട് ദൈവത്തോട് ഒന്നായിത്തീരുന്നൊരവസ്ഥ, ആ ഒന്നായിത്തീരുന്നൊരവസ്ഥയിലേക്ക് കടന്നു വന്നിട്ട് അപ്പോൾ ദൈവത്തെ ഒന്ന് ഉണർത്തണം. നമ്മുടെ ജീവിതത്തിൽ നമ്മുടെ ദൈവത്തെ ഒന്ന് വിളിച്ചുണർത്താം, അവനെ ഒന്ന് ഉണർത്താം. അവൻ ഉണർന്നു കഴിയുമ്പോൾ അവിടെ സംഭവിച്ചത്, അവൻ കാറ്റിനെയും തിരകളെയും ശാസിച്ചു. അപ്പോൾ ശാന്തതയുണ്ടായി. അന്നേരം യേശു ഉണർന്നു കഴിഞ്ഞാൽ എൻ്റെ ജീവിതത്തിൻ്റെ പ്രതിസന്ധികൾക്ക് ശാന്തതയുണ്ടാകുമെന്ന് ഞാൻ നിങ്ങൾ വിശ്വസിക്കണം. യേശു ഉണർന്നു കഴിയുമ്പോൾ എൻ്റെ ജീവിതത്തിൻ്റെ പ്രതിസന്ധിക്ക് പരിഹാരമുണ്ടാകുമെന്ന് ഞാനും നിങ്ങളും വിശ്വസിക്കണം. ഹല്ലേലൂയ. അന്നേരം യേശു ചോദിക്കുന്നൊരു ചോദ്യമുണ്ട്. യേശു ചോദിക്കുകയാണ്, മക്കളെ, നിങ്ങളുടെ വിശ്വാസം എവിടെ? അവൻ അവരോട് ചോദിച്ചു, നിങ്ങളുടെ വിശ്വാസം എവിടെ? അന്നേരം ഈ ദിവസങ്ങളിൽ, ഈ ഒരു പുതിയ വർഷത്തിലേക്ക് കടന്നു വന്നിരിക്കുമ്പോൾ ഞാനും നിങ്ങളും എൻ്റെ വിശ്വാസത്തിൻ്റെ ലെവല് എവിടെ നിൽക്കുന്നുവെന്ന് ഒന്ന് പരിശോധിക്കേണ്ടിയിരിക്കുന്നു. അന്നേരം വിശ്വാസത്തിൻ്റെ അളവ്, ആ യേശുവിലുള്ള വിശ്വാസത്തിലുള്ള ഒരു അറിവ്, ആ യേശുവിലുള്ള വിശ്വാസത്തിലേക്ക് വളരുവാൻ ദൈവം എന്നെയും നിങ്ങളെയും സാധിക്കും. അതിനുവേണ്ടിയാണ് നമ്മൾ പ്രാർത്ഥിക്കുന്നത്. ദൈവമേ, ഓരോ ദിവസവും ഞാൻ നിങ്ങൾ പ്രാർത്ഥിക്കണം, ദൈവമേ എൻ്റെ വിശ്വാസം വർദ്ധിപ്പിക്കണമേ. അതുകൊണ്ടാണ് ലൂക്കായുടെ സുവിശേഷം 17-ാം അധ്യായം അതിൻ്റെ 5ഉം 6ഉം തിരുവചനങ്ങൾ, വിശുദ്ധ ലൂക്കായുടെ സുവിശേഷം 17-ാം അധ്യായം അവിടെ നമുക്ക് കാണുവാൻ കഴിയുന്നുണ്ട്. അതിൻ്റെ 5ഉം 6ഉം തിരുവചനങ്ങൾ അവിടെ വളരെ വ്യക്തമായിട്ട് ദൈവം നമ്മളോട് പറയുകയാണ്. അവിടെ ശിഷ്യന്മാർ പറയുകയാണ്, യേശുവിനോട് പറയുകയാണ്, കർത്താവേ, ഞങ്ങളുടെ വിശ്വാസം വർദ്ധിപ്പിക്കണമേ, ഞങ്ങളുടെ വിശ്വാസം ഒന്ന് വർദ്ധിപ്പിക്കണമേ. അന്നേരം ഞാനും നിങ്ങൾ ഓരോ ദിവസവും പറയണം, ദൈവമേ, ഞങ്ങൾക്ക് നിന്നിലുള്ള വിശ്വാസം ഒന്ന് വർദ്ധിപ്പിക്കണമേ. നിൻ്റെ വിശ്വാസം പോലെ ഫെയ്ത്ത് ഇൻ ജീസസിൽ നിന്ന് ഫെയ്ത്ത് ഓഫ് ജീസസിലേക്ക് നമ്മളൊന്ന് മാറണം. യേശുവിൻ്റെ വിശ്വാസം, അതായത് യേശു പറഞ്ഞു, ലാസറിൻ്റെ കല്ലറയിൽ മുമ്പിൽ ചെന്നിട്ട് പറഞ്ഞു, അതായത് കല്ലെടുത്ത് മാറ്റുക. അപ്പോൾ മാർത്ത പറഞ്ഞു, ഇത് 4 ദിവസമായി. അപ്പോൾ യേശു മാർത്തയോട് പറഞ്ഞു, നീ വിശ്വസിച്ചാൽ ദൈവത്തിൻ്റെ മഹത്വം ദർശിക്കുമെന്ന് യേശു മാർത്തയോട് പറഞ്ഞു. അന്നേരം യേശു പ്രാർത്ഥിക്കുന്നുണ്ട്. നീ സ്വർഗത്തിൽ നോക്കി പറഞ്ഞു, നീ എൻ്റെ പ്രാർത്ഥന ശ്രവിക്കുമെന്ന് എനിക്കറിയാം, നീ എൻ്റെ പ്രാർത്ഥന ശ്രവിക്കുമെന്നറിയാം. എന്നിട്ട് പറഞ്ഞു, ലാസറേ എഴുന്നേറ്റ് വരിക. ചീഞ്ഞളിഞ്ഞ ലാസർ എഴുന്നേറ്റ് വന്നു. അന്നേരം നമ്മുടെ ജീവിതത്തിൽ നമ്മളും ഓരോ ദിവസവും നമ്മുടെ പ്രാർത്ഥനയിൽ പറയണം, ദൈവമേ, ഞങ്ങളുടെ വിശ്വാസം
കർത്താവേ, എൻ്റെ വിശ്വാസം ഒന്ന് വർദ്ധിപ്പിക്കണമേ, എൻ്റെ വിശ്വാസം ഒന്ന് വർദ്ധിപ്പിക്കണമേ. ഓരോ ദിവസവും നമ്മുടെ വിശ്വാസത്തിൻ്റെ തോത് വളരണം, ഫെയ്ത്ത് ഓഫ് ജീസസിലേക്ക് മാറണം. യേശു വിശ്വസിച്ചതുപോലെ, യേശു പറഞ്ഞതുപോലെ ഇത് സംഭവിക്കുമെന്ന് ഞാനും നിങ്ങളും വിശ്വസിക്കണം. അതിൻ്റെ 6-ാം വാക്യം പറയാണ്, കട്ടുകുമണിയോളം ഉള്ള വിശ്വാസമുണ്ടെങ്കിൽ ഈ സിക്കമേൻ വൃക്ഷത്തോട് നീ കടലിൽ ചെന്ന് വേരുറയ്ക്കെന്ന് പറഞ്ഞാൽ അത് സംഭവിക്കുമെന്ന് നമ്മൾ വിശ്വസിക്കണം. ഹല്ലേലൂയ. അന്നേരം നമ്മുടെ വിശ്വാസം വർദ്ധിപ്പിക്കണം, നമ്മുടെ വിശ്വാസം വർദ്ധിക്കണം. എങ്ങനെയാണ് എൻ്റെയും നിങ്ങളുടെയും വിശ്വാസം വർദ്ധിക്കുന്നത്? എങ്ങനെയാണ് എൻ്റെയും നിങ്ങളുടെയും വിശ്വാസം വർദ്ധിക്കുന്നത്? പൗലോസ്ലീഹ റോമാക്കാർക്കെഴുതിയ ലേഖനം അതിൻ്റെ 10-ാം അധ്യായം അതിൻ്റെ 17-ാം വാക്യം, സെൻറ്റ് പോൾ റോമാക്കാർക്ക് എഴുതിയ ലേഖനം 10-ാം അധ്യായം അതിൻ്റെ 17-ാം വാക്യം, അവിടെ ഇങ്ങനെയാണ് പറയുന്നത്, വിശ്വാസം കേൾവിയാലും, കേൾവി ക്രിസ്തുവിനെക്കുറിച്ചുള്ള പ്രസംഗത്തിൽ നിന്നുമാണ്. ഹല്ലേലൂയ. അന്നേരം നമ്മുടെ വിശ്വാസം വർദ്ധിക്കുന്നത് വിശ്വാസം കേൾവിയാലും, കേൾവി ക്രിസ്തുവിനെക്കുറിച്ചുള്ള പ്രസംഗത്തിൽ നിന്നുമാണ്. ഇന്ന് നമ്മൾ ധാരാളം പ്രസംഗങ്ങൾ നമ്മൾ കേൾക്കുന്നുണ്ട്. നമ്മുടെ വിശ്വാസം വർദ്ധിക്കുന്നുണ്ടോ എന്ന് ഞാൻ നിങ്ങളൊന്ന് ചിന്തിക്കണം. അതായത് അബ്രഹാത്തിൻ്റെ വിശ്വാസം, ഏലിയായുടെ വിശ്വാസം, ശിഷ്യന്മാരുടെയൊക്കെ വിശ്വാസങ്ങൾ, അങ്ങനെ നമ്മൾ വിശ്വാസങ്ങൾ കാണുന്നുണ്ട്. അന്നേരം ഈ വിശ്വാസം നമുക്ക്, രക്തസ്രാവക്കാരുടെ വിശ്വാസം നമുക്ക് കാണാൻ കഴിയുന്നുണ്ട്. അനേകരുടെ വിശ്വാസം എനിക്കും നിങ്ങൾക്കും കാണുവാൻ കഴിയുന്നുണ്ട്. നമ്മൾ അനേക വചനങ്ങൾ കേൾക്കുന്നുണ്ട്. ഈ വചനം വായിക്കുമ്പോഴും ഈ പ്രസംഗങ്ങൾ കേൾക്കുമ്പോഴും എൻ്റെ വിശ്വാസം വർദ്ധിക്കുന്നുണ്ടോ? അബ്രഹാം വിശ്വസിച്ചതുപോലെ, ഏലിയ വിശ്വസിച്ചതുപോലെ, എലീഷ വിശ്വസിച്ചതുപോലെ എൻ്റെയും നിങ്ങളുടെയും ജീവിതത്തിൽ ഈ വിശ്വാസം വർദ്ധിക്കുന്നുണ്ടോ എന്ന് ഒരു നിമിഷം ഒന്ന് ചിന്തിക്കേണ്ടിയിരിക്കുന്നു. അവിടെ ഇങ്ങനെയാണ് പറയുന്നത്, നമ്മൾ വചനങ്ങൾ കേൾക്കുന്നുണ്ട്, പക്ഷേ എൻ്റെയും നിങ്ങളുടെയും വിശ്വാസം പലപ്പോഴും ഇത് വർദ്ധിച്ചു വരുന്നതായിട്ട് കാണുന്നില്ല. അതിൻ്റെ വളരെ ഒരു കാരണം, അതായത് യേശു ഒരു പാരബിളിലൂടെ, ഒരു ഉപമയിലൂടെ നമ്മളോട് പറയുന്നുണ്ട്. ഒരു വിതക്കാരൻ വിത്ത് വിതയ്ക്കാൻ പോയെന്ന് വിശുദ്ധ മത്തായിയുടെ സുവിശേഷം 13-ാം അധ്യായം അതിൻ്റെ 1 മുതലുള്ള വചനങ്ങൾ നമ്മൾ വായിക്കുമ്പോൾ നമുക്കവിടെ കാണുവാൻ കഴിയുന്നുണ്ട്. അവിടെ ഒരു വിതക്കാരൻ വിത്ത് വിതയ്ക്കാൻ പോയി. അതിൻ്റെ 3-ാമത്തെ വാക്യം മുതൽ നമ്മൾ വായിക്കാം. ഒരു വിതക്കാരൻ, അവൻ അവരോട് പറഞ്ഞു, ഒരു വിതക്കാരൻ വിതയ്ക്കാൻ പുറപ്പെട്ടു. അവൻ വിതച്ചപ്പോൾ ചിലത് വഴിയരികിൽ വീണു, പക്ഷികൾ വന്ന് അത് തിന്നു. ചിലത് മണ്ണ് അധികമില്ലാത്ത പാറമേൽ വീണു. മണ്ണ് ആഴമില്ലാതിരുന്നതിനാൽ അത് പെട്ടെന്ന് മുളച്ചു പൊങ്ങി സൂര്യനുദിച്ചപ്പോൾ അത് വെയിലേറ്റു വാടുകയും വേരില്ലാതിരുന്നതിനാൽ കരിഞ്ഞു പോവുകയും ചെയ്തു. വേറെ ചിലത് മുൾച്ചെടികൾക്കിടയിൽ വീണു. മുൾച്ചെടികൾ വളർന്ന് അതിനെ ഞെരുക്കിക്കളഞ്ഞു. മറ്റു ചിലത് നല്ല നിലത്ത് വീണു. അത് 100 മേനിയും 60 മേനിയും 30 മേനിയും വിളവ് നൽകി. ചെവിയുള്ളവൻ കേൾക്കട്ടെ. ഹല്ലേലൂയ. അതായത് ഇവിടെ ഒരു 4 അവസ്ഥകൾ നമുക്ക് കാണാൻ കഴിയുന്നുണ്ട്. ഒരു വിതക്കാരൻ വിതയ്ക്കാൻ പുറപ്പെട്ടു, വിത്ത് വിതയ്ക്കാൻ പുറപ്പെട്ടു. അതായത് ചിലത് വഴിയരികിൽ വീണു, ചിലത് പാറയിൽ വീണു, ചിലത് മുള്ളുകൾക്കിടയിൽ വീണു, ചിലത് നല്ല നിലത്ത് വീണു. അതായത് നമ്മൾ വചനം ശ്രവിക്കുന്നുണ്ട്. അത് ലൂക്കായുടെ സുവിശേഷം 8-ാം അധ്യായം അതിൻ്റെ 11 വചനങ്ങൾ എന്താണ് വിത്തെന്നുള്ള വളരെ കൃത്യമായിട്ട് ലൂക്കാ സുവിശേഷം കൃത്യമായിട്ട് നമ്മൾ പറയുന്നുണ്ട്. വിത്തെന്ന് പറയുന്നത് ദൈവത്തിൻ്റെ വചനമാണ്. അതായത് ദൈവത്തിൻ്റെ വചനമാണ്. ഞാനും നിങ്ങളും കേൾക്കുന്ന ദൈവത്തിൻ്റെ വചനമാണ് വിത്ത്. എന്നിട്ടാണ് അത് പറയുന്നത്, അവർ വിശ്വസിക്കുന്നത്. എന്നിട്ട് പറയുന്നു, ചിലർ വചനം ശ്രവിച്ചെങ്കിലും അവർ വിശ്വസിക്കുകയോ രക്ഷപ്പെടുകയോ ചെയ്യാതിരിക്കാൻ വേണ്ടി പിശാചു വന്ന് അവരുടെ ഹൃദയങ്ങളിൽ നിന്ന് വചനം എടുത്തു കളയുന്നു. അതായത് വളരെ കൃത്യമായിട്ട് പറയുകയാണ്. അതായത് അവർ വചനം ശ്രവിച്ചു, പക്ഷേ അവർ വിശ്വസിക്കുകയോ രക്ഷപ്പെടുകയോ ചെയ്യാതിരിക്കാൻ വേണ്ടി പിശാചു വന്ന് അവരുടെ ഹൃദയത്തിൽ നിന്ന് ദൈവത്തിൻ്റെ വചനം എടുത്തു കളയുന്നു. നമ്മൾ അനേകം വചനങ്ങൾ കേൾക്കുന്നുണ്ട്. എത്ര വചനം എൻ്റെ ഹൃദയത്തിൽ സംഗ്രഹിക്കാനായിട്ട് എനിക്ക് കഴിയുന്നുണ്ട്. പരിശുദ്ധ ദൈവമാതാവ് ഈ വചനങ്ങളെല്ലാം ഹൃദയത്തിൽ സംഗ്രഹിക്കുകയായിരുന്നു. അതായത് നമ്മുടെ ജീവിതത്തിലും നമ്മൾ കേൾക്കുന്ന വചനം സംഗ്രഹിക്കുവാനായിട്ട് ഞാനും നിങ്ങളും പ്രാർത്ഥിക്കണം. അതുകൊണ്ട് ഇവിടെ വഴിയരികിൽ വീണ വിത്തിൻ്റെ അവസ്ഥയിലാണോ എൻ്റെ ഹൃദയമെന്ന്
ഞാനും നിങ്ങളൊന്ന് ചിന്തിക്കണം. അങ്ങനെയെങ്കിൽ അത് ഞാൻ വിശ്വസിക്കുകയോ രക്ഷപ്പെടുകയോ ചെയ്യാതിരിക്കാൻ വേണ്ടി പിശാച് വന്ന് എൻ്റെ ഹൃദയത്തിൽ നിന്ന് ഈ ദൈവത്തിൻ്റെ വചനം എടുത്തു കളയുന്നു. രണ്ടാമതായിട്ട് പറയുന്നത്, പാറയിൽ വീണത് വചനം കേൾക്കുമ്പോൾ സന്തോഷത്തോടെ അത് സ്വീകരിക്കുന്നവരാണ്, എങ്കിലും അവർക്ക് വേരുകളില്ല. അവർ കുറേ നാളത്തേക്ക് വിശ്വസിക്കുന്നു, എന്നാൽ പ്രലോഭനങ്ങളുടെ സമയത്ത് അവർ വീണു പോകുന്നു. അന്നേരം പ്രലോഭനങ്ങളുടെ ടെംപ്റ്റേഷൻസ് ജീവിതത്തിലുണ്ടാകുമ്പോൾ ഞാൻ കേൾക്കുന്ന വചനം ഞാൻ കേൾക്കുന്നുണ്ട്, അതിനധികം വേരുകളില്ല, അത് വളരാനായിട്ട് വേരുകളില്ല. എൻ്റെ ഹൃദയം കഠിനമാണ്. ആ കഠിനമായ ഹൃദയത്തിൽ പാറ പോലെ ആ പാറയിലേക്ക് വീഴുന്ന വചനം, ആ വചനം എൻ്റെ ഹൃദയത്തിൽ വീഴുമ്പോൾ, അതായത് അതിന് വേരുകൾ അധികം താഴോട്ട് പോകാതെ പ്രലോഭനങ്ങൾ ടെംപ്റ്റേഷൻസൊക്കെ ജീവിതത്തിൽ കടന്ന് വരുമ്പോൾ, ആ ടെംപ്റ്റേഷൻസൊക്കെ വരുമ്പോൾ ഞാൻ കേൾക്കുന്ന വചനത്തെ ഞെരുക്കിക്കളഞ്ഞ് ആ വചനം ഫലം പുറപ്പെടുവിക്കാതെ ആയിത്തീരുന്നു. മൂന്നാമതായിട്ട് പറയുന്നത് മുള്ളുകൾക്കിടയിൽ വീണ വിത്ത്. അതായത് വചനം കേൾക്കുന്നെങ്കിലും ജീവിത ക്ലേശങ്ങൾ, സമ്പത്ത്, സുഖഭോഗങ്ങൾ എന്നിവ വചനത്തെ ഞെരുക്കിക്കളയുന്നു. അന്നേരം സുഖഭോഗങ്ങൾ, സമ്പത്ത്, അതുപോലെ സുഖലോലുപത എന്നിവ ആഗ്രഹിക്കുമ്പോൾ ഞാൻ എൻ്റെ ഹൃദയത്തിൽ കേൾക്കുന്ന വചനം അതിനെ ഞെരുക്കിക്കളയുന്നു, ആ മുള്ള് അതിനെ മൂടിക്കളയുന്നു. എൻ്റെ ജീവിതത്തിൽ സുഖലോലുപതയ്ക്ക് എത്രമാത്രം സ്ഥാനമുണ്ട്, സമ്പത്തിനോടുള്ള ആഗ്രഹം എത്രമാത്രമുണ്ട്. അതുപോലെയാണെന്നുണ്ടെങ്കിൽ ഈ മേഖലകളൊക്കെ ഒന്ന് പരിശോധിക്കുക. എൻ്റെ ഹൃദയത്തെ ഒന്ന് വെടിപ്പാക്കുവാൻ ദൈവം പറയുകയാണ്, മോനെ നിൻ്റെ ഹൃദയത്തെ ഒന്ന് വെടിപ്പാക്കുവാൻ നീ ദൈവസന്നിധിയിലിരുന്ന് ദൈവത്തോടൊന്ന് പ്രാർത്ഥിക്കുക. നാലാമത് പറഞ്ഞ വീണ വിത്ത് നല്ല നിലത്ത് വീണ വിത്ത്. അവിടെയാണ് 100 മേനിയും 60 മേനിയും 30 മേനി ഫലം പുറപ്പെടുവിക്കുന്നത്. അന്നേരം ഞാൻ വചനം ഗ്രഹിക്കുന്ന എൻ്റെ ഹൃദയത്തിൻ്റെ 4 അവസ്ഥകളാണിത്. ഞാൻ ആ ആദ്യത്തെ അവസ്ഥയിൽ നിന്ന് ഞാൻ വളരണം. നല്ല നിലത്ത് വീണുന്ന ആ ഒരു വിത്ത് പോലെ എൻ്റെ ഹൃദയത്തെ ഒന്ന് ഞാൻ പാകപ്പെടുത്തിക്കൊണ്ട്, ആ ഹൃദയത്തെ ഒന്ന് ഒരുക്കിക്കൊണ്ട് ഞാൻ കേൾക്കുന്ന വചനം, ഓരോ ദിവസവും കേൾക്കുന്ന വചനം എൻ്റെ ജീവിതത്തിൽ, എൻ്റെ കുടുംബത്തിൽ ഫലം പുറപ്പെടുവിക്കുന്നതിന് വേണ്ടി ഞാനും നിങ്ങളും പ്രാർത്ഥിക്കണം. ഹല്ലേലൂയ. അങ്ങനെ ഞാൻ പ്രാർത്ഥിക്കുമ്പോൾ, അങ്ങനെ എൻ്റെ നല്ലൊരു ഹൃദയത്തിൽ ഞാൻ കേൾക്കുന്ന വചനം കേൾക്കുമ്പോൾ ഓരോ ദിവസവും എൻ്റെ ജീവിതത്തിൽ മാറ്റങ്ങൾ സംഭവിക്കും. അതുകൊണ്ടാണ് നമുക്ക് കാണുവാൻ കഴിയുന്നുണ്ട്, ഈ വചനം ശ്രവിക്കുമ്പോൾ നമുക്കറിയാം, സാവൂള് പറഞ്ഞു, ദൈവമേ നീ എനിക്കൊരു പുതിയ ഹൃദയം നൽകണം. സാവൂളിന് ദൈവം ഒരു പുതിയ ഹൃദയം കൊടുത്തെങ്കിൽ നമ്മുടെ മുറിവേറ്റ ഹൃദയത്തെ ആ ദൈവത്തിൻ്റെ കരങ്ങളിലേക്ക് കൊടുത്തുകൊണ്ട്, ദൈവത്തിൻ്റെ കരങ്ങളിൽ നിന്ന് ഞാനും നിങ്ങളും ആ ഒരു പുതിയ ഹൃദയം, മാംസള ഹൃദയം, ഓരോ ദിവസവും നമ്മുടെ ഹൃദയത്തെ മാംസളമാക്കുവാൻ നമ്മൾ ദൈവസന്നിധിയിലിരുന്ന് പ്രാർത്ഥിക്കണം. അപ്പോൾ ഞാൻ കേൾക്കുന്ന വചനം എൻ്റെ ജീവിതത്തിൽ 100 മേനി ഫലം പുറപ്പെടുവിക്കും. ഈ ദൈവവചനത്തിൽ എഴുതിയിരിക്കുന്നതെല്ലാം വിശ്വസിക്കുവാൻ എനിക്കും നിങ്ങൾക്കും സാധിക്കും. ഹല്ലേലൂയ. നമ്മൾ കേൾക്കുന്ന വചനം, ഇതിനകത്ത് ഈ വചനത്തിൽ എഴുതിയിരിക്കുന്ന അത്ഭുതങ്ങൾ, ഈ വചനങ്ങളെല്ലാം എനിക്ക് നിങ്ങൾക്ക് വിശ്വസിക്കാൻ കഴിയും. ഇന്നെൻ്റെ ജീവിതത്തിൽ പലപ്പോഴും നമ്മൾ വായിക്കുന്നുണ്ടാകും ഈ വചനം, പക്ഷേ എൻ്റെ ഹൃദയത്തിൻ്റെ ഉള്ളിൽ ഈ വചനം ഫലം പുറപ്പെടുവിക്കുന്നില്ല. അന്നേരം ദൈവം പറയുകയാണ്, നീ ഫലം പുറപ്പെടുവിക്കുക. അന്നേരം ഈ വചനം എൻ്റെ ജീവിതത്തിൽ ഫലം പുറപ്പെടുവിക്കണം. അന്നേരം നമ്മുടെ ജീവിതത്തിൽ ഈ ബൈബിളിൽ അനേക വചനങ്ങൾ നമ്മളോട് പറയുന്നുണ്ട്, അനേക വിശ്വാസങ്ങൾ പറയുന്നുണ്ട്, അനേക അത്ഭുതങ്ങൾ പറയുന്നുണ്ട്. എനിക്ക് നിങ്ങൾക്കും വിശ്വസിക്കുവാനായിട്ട് സാധിക്കുന്നുണ്ടോ എന്ന് ചിന്തിക്കുക. നമുക്ക് കാണാൻ കഴിയുന്നുണ്ട് ഫസ്റ്റ് കിങ്സിൽ, അതായത് രാജാക്കന്മാരുടെ പുസ്തകം, ഒന്ന് രാജാക്കന്മാരുടെ 1-ാം പുസ്തകത്തിൽ, അവിടെയാണെന്നുണ്ടെങ്കിൽ നമുക്ക് 17-ാം അധ്യായത്തിൽ നമുക്ക് കാണാൻ കഴിയുന്നുണ്ട്, ഏലിയായോട് ദൈവം പറഞ്ഞു, നിനക്ക് കാക്കകളെ കൊണ്ട് ഞാൻ ഭക്ഷണം തരും രാവിലെയും വൈകിട്ടും. ഏലിയ വിശ്വസിച്ചു, കാരണം എൻ്റെ ദൈവം സർവശക്തനാണ്, ദൈവം കള്ളം പറയുന്നവനല്ല. ഏലിയ വിശ്വസിച്ചു, കാക്കയെ കൊണ്ട് എനിക്ക് ഭക്ഷണം തരുമെന്ന് എൻ്റെ സ്വർഗത്തിലെ ദൈവം പറഞ്ഞെങ്കിൽ അത് എനിക്ക് നൽകുമെന്ന്, അത് ലഭിക്കുമെന്ന് ഏലിയ വിശ്വസിച്ചു. ഹല്ലേലൂയ. നമുക്ക് എത്ര പേർക്ക് ഇത് വിശ്വസിക്കാൻ കഴിയും? നമുക്കറിയാം, കാക്ക ഒരിക്കലും ഒരു മനുഷ്യന് പോലും ഭക്ഷണം കൊടുക്കത്തില്ല. നമ്മുടെ ജീവിതത്തിൽ നമ്മൾ കണ്ടിട്ടുണ്ട്. അത് നമ്മുടെ കയ്യിൽ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അത് തട്ടിപ്പറിച്ചുകൊണ്ട് പോകത്തേ ഉള്ളൂ. അന്നേരം ഈ വചനം നമ്മൾ വിശ്വസിക്കണം. എൻ്റെ ജീവിതത്തിൽ ഞാൻ ഈ വചനങ്ങൾ ഞാൻ ഏറ്റെടുത്ത് വിശ്വസിച്ച് പ്രാർത്ഥിക്കാറുണ്ട്. ഒരിക്കൽ എൻ്റെ ജീവിതത്തിൽ നടന്നത്, എൻ്റെ വൈഫ് ഒരിക്കൽ ഒന്ന് വീണു കഴിഞ്ഞപ്പോൾ വൈഫിൻ്റെ
കൈ ഒരു സ്ലിങ്ങൊക്കെ ഇട്ട് വെച്ചിരിക്കുക. അന്നേരം പിറ്റേ ദിവസം രാവിലെ ഞങ്ങൾക്ക് ബ്രേക്ക്ഫാസ്റ്റ് വേണം. അന്നേരം ഞങ്ങൾ ബെഡിൽ കിടന്നുകൊണ്ട് ഞങ്ങൾ പ്രാർത്ഥിച്ചു. അന്നേരം അഫീനോട് ചോദിച്ചു, എന്താണ് ഇന്ന് ബ്രേക്ക്ഫാസ്റ്റ്? ഞാൻ പറഞ്ഞു, ഏലിയായ്ക്ക് കാക്ക ഭക്ഷണം കൊടുത്തെങ്കിൽ, സോ നമുക്ക് ഇന്ന് രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റ് ദൈവം തരും, നമുക്ക് പ്രാർത്ഥിക്കാം. ഞങ്ങളന്ന് പ്രാർത്ഥിച്ചു. ഞങ്ങൾ പ്രാർത്ഥിച്ചു കഴിഞ്ഞപ്പോൾ ദൈവത്തിൻ്റെ അത്ഭുതം സംഭവിച്ചു. അത്ഭുതം എന്ന് പറയട്ടെ, ഞങ്ങളിത് പ്രാർത്ഥിച്ചു, ഏലിയായ്ക്ക് കാക്കയെക്കൊണ്ട് ഭക്ഷണം കൊടുത്തെങ്കിൽ ഇന്ന് രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റ് എനിക്കും എൻ്റെ ജീവിത പങ്കാളിക്കും എൻ്റെ കുടുംബത്തിനുള്ള ഈ ബ്രേക്ക്ഫാസ്റ്റ് വേണം. ഒരു 10 നിമിഷം കഴിഞ്ഞപ്പോൾ എൻ്റെ കോളിംഗ് ബെല്ലടിച്ചു. ഞാൻ 2nd ഫ്ലോറിൽ താമസിക്കുന്നു. 3rd ഫ്ലോറിലുള്ള ഒരു ബ്രദർ വന്നിട്ട് ബെല്ലടിച്ചിട്ട് പറഞ്ഞു, ബ്രദറെ, ഞങ്ങൾ 3 പേരേ ഉള്ളൂ. ഇന്ന് രാവിലെ ഞങ്ങൾ ബ്രേക്ക്ഫാസ്റ്റ് ഓർഡർ ചെയ്ത് കഴിഞ്ഞപ്പോൾ എക്സ്ട്രാ ഓർഡർ ചെയ്തു. അത് നിങ്ങൾക്കൊന്ന് തരുമോയെന്ന് ശുഭു നിന്നോടൊന്ന് ചോദിക്കുകയാണ്, നീ മേടിക്കോ ഇല്ലെന്നുള്ള കാര്യം. ഞാൻ അദ്ദേഹത്തിനോട് പറഞ്ഞു, ഞാനിപ്പോൾ പ്രാർത്ഥിച്ച് കഴിഞ്ഞതേ ഉള്ളൂ. ഈ പ്രാർത്ഥിച്ച് കഴിഞ്ഞ് 10 മിനിറ്റിനുള്ളിൽ ദൈവം എനിക്ക് വേണ്ടുന്ന ബ്രേക്ക്ഫാസ്റ്റ് ദൈവം പ്രൊവൈഡ് ചെയ്തു. ഹല്ലേലൂയ. അന്നേരം ഈ ദൈവത്തിൻ്റെ വചനത്തിൽ ഞാനും നിങ്ങളും വിശ്വസിക്കണം. അതുകൊണ്ടാണ് പറഞ്ഞത്, ഓരോ ദിവസവും നമ്മൾ പ്രാർത്ഥിക്കണം, ദൈവമേ ഞങ്ങളുടെ വിശ്വാസം വർദ്ധിപ്പിക്കണമെന്ന് ഞാനും നിങ്ങൾ പറയണം. വി ഷുഡ് വാക്ക് വിത്ത് ഫെയ്ത്ത്, നോട്ട് വിത്ത് സൈറ്റ്. അന്നേരം നമ്മൾ വിശ്വാസത്തിൽ നമ്മൾ നടക്കണം. വിശ്വാസത്തിലാണ് ഞാനും നിങ്ങളും ധരിക്കേണ്ടത്, നയിക്കപ്പെടേണ്ടത്. അതുകൊണ്ടാണ് 2 കൊരിന്ത്യൻസിൽ 5-ാം അധ്യായം അതിൻ്റെ 7-ാം വാക്യത്തിൽ സെൻറ്റ് പോൾ പറയുന്നുണ്ട്. സെൻറ്റ് പോൾ പറയുന്നത് ഇങ്ങനെയാണ്, എന്നാൽ ഞങ്ങൾ നയിക്കപ്പെടുന്നത് വിശ്വാസത്താലാണ്, കാഴ്ചയാലല്ല. അന്നേരം നമ്മൾ വിശ്വാസത്തിൽ നയിക്കപ്പെടണമെന്ന് ദൈവം ആഗ്രഹിക്കുന്നു, കാഴ്ചയാലല്ല. ഇന്ന് നമ്മൾ നയിക്കപ്പെടുന്നത് വിശ്വാസത്താലാണോ കാഴ്ചയാലാണോ എന്ന് ഒരു നിമിഷം ചിന്തിക്കുക. പലപ്പോഴും നമ്മൾ കണ്ടുകൊണ്ടായിരിക്കും നമ്മൾ വിശ്വസിക്കുന്നത്. നമുക്ക് കാണാൻ കഴിയുന്നുണ്ട്, ഭാരതത്തിൻ്റെ അപ്പോസ്തലനായ സെൻറ്റ് തോമസ് ഒരിക്കൽ യേശു ഉയർത്തെഴുന്നേറ്റ് കഴിഞ്ഞപ്പോൾ ശിഷ്യന്മാർക്ക് പ്രത്യക്ഷപ്പെട്ടു. അപ്പോൾ സെൻറ്റ് തോമസ് ഈ ശിഷ്യന്മാരുടെ കൂടെ ഇല്ലായിരുന്നു. ആ ശിഷ്യന്മാർ സെൻറ്റ് തോമസിനോട് പറഞ്ഞു, ഞങ്ങൾ യേശുവിനെ കണ്ടു. അന്നേരം തോമസ് ലീഹ പറഞ്ഞു, ഞാൻ അവനെ കാണുകയും അവൻ്റെ മുറിവിൽ കൈയിടുകയും ചെയ്യാതെ ഞാൻ വിശ്വസിക്കത്തില്ല. 8 ദിവസം കഴിഞ്ഞപ്പോൾ അവരൊന്നിച്ചിരുന്നപ്പോൾ തോമസ് ലീഹയുമുണ്ട്. ആ തോമസ് ലീഹയുമുള്ള സമയത്ത് യേശു അവിടേക്ക് കടന്നു വന്നു. യേശു പറഞ്ഞു, തോമസേ, നിൻ്റെ കൈ ഇവിടെ കൊണ്ടുവരിക, നീ എൻ്റെ കയ്യിലേക്ക് ഇടുക. അപ്പോൾ ദൈവത്തിൻ്റെ വചനം പറയാണ്. അന്നേരം യേശു പറഞ്ഞു, നീ കാണാതെ വിശ്വസിക്കുന്നവൻ ഭാഗ്യവാൻ. അന്നേരം നമ്മുടെ വിശ്വാസം ഒന്ന് വർദ്ധിക്കണം, നമ്മൾ വിശ്വസിക്കണം. പലപ്പോഴും നമ്മുടെ കാഴ്ചകളൊക്കെ നമ്മളെ ഡിസീവ് ചെയ്യാറുണ്ട്. ഈ കാഴ്ചകളല്ല, നമ്മളെ ശരിക്കും ഹൃദയത്തിലാണ് ഞാനും നിങ്ങളും വിശ്വസിക്കേണ്ടത്. നമ്മൾ പറയും, സൂര്യൻ കിഴക്കുദിക്കുന്നു, പടിഞ്ഞാറ് അസ്തമിക്കുന്നു എന്നാണ് നമ്മളൊക്കെ ചെറിയ ക്ലാസ്സിലൊക്കെ പഠിച്ചിരിക്കുന്നത്. എന്നാൽ സൂര്യൻ കിഴക്കുദിക്കുകയോ പടിഞ്ഞാറ് അസ്തമിക്കുകയല്ല, ഈ ഭൂമി 1000 മൈൽസ് പെർ അവർ റൊട്ടേറ്റ് ചെയ്യുന്നുണ്ടെന്നുള്ള സത്യം ഞാനും നിങ്ങളും കാണാതെ വിശ്വസിക്കുന്നുണ്ടെന്ന് ചിന്തിക്കുക. അതുകൊണ്ടാണ് പറഞ്ഞിരിക്കുന്നത്, നമുക്ക് കാണുവാൻ കഴിയും, ലൂക്കായുടെ സുവിശേഷം 17-ാം അധ്യായം അതിൻ്റെ 6-ാം വാക്യത്തിൽ പറയുന്നു, നിനക്ക് കടുകുമണിയോളം വിശ്വാസമുണ്ടെങ്കിൽ ഈ മരത്തോട്, ഈ സിക്കമേൻ വൃക്ഷത്തോട് ഇവിടെ നിന്ന് മാറി കടലിൽ ചെന്ന് വേരുറയ്ക്കെന്ന് പറഞ്ഞാൽ അത് സംഭവിക്കും. ഇവിടെ നമുക്ക് കാണുവാൻ കഴിയുന്നുണ്ട്, കടുക് എന്താണ്? കടുക് ചെറുതാണ്. അതിന് എന്താണ് കടുകിൻ്റെ പ്രത്യേകത? അത് തിക്കാണ്, അത് നിറഞ്ഞിരിക്കുന്നതാണ്. തന്നെയുമല്ല, അത് ഏറ്റവും ചെറുതാണെങ്കിലും അതൊരു വിത്താണ്. ആ വിത്തിൻ്റെ ഉള്ളിൽ ജീവനുണ്ട്. അതായത് ഗ്രോയിങ് ഫെയ്ത്താണ്. കടുകെന്ന് പറയുന്നത് അത് വളരുന്ന വിശ്വാസമാണ്. ഈ കടുകുമണിയോളം വിശ്വാസമുണ്ടെങ്കിൽ, ഇവിടെ ഒരു മൾബറി ട്രീ, സിക്കമേൻ വൃക്ഷം മൾബറി ട്രീ ആണ്. ഈ മൾബറി ട്രീക്ക് അനേക വേരുകളുണ്ട്. ഈ അനേക വേരുകളാണ് ഈ മൾബറി ട്രീയെ പിടിച്ചു നിർത്തുന്നത്. അതിന് വേണ്ടുന്ന വളവും വെള്ളവുമൊക്കെ ഈ വേരുകളാണ് കൊടുക്കുന്നത്. പക്ഷേ ഈ വേരുകൊണ്ടാണ് ഇതിനെ തടഞ്ഞു നിർത്തുന്നത്. ഈ വേരെന്ന് പറയുന്നത് നമ്മുടെ ജീവിതത്തിൽ, ഇവിടെ നമുക്ക് കാണുവാൻ കഴിയുന്നുണ്ട്, നമ്മുടെ ജീവിതത്തിലെ അനേക പ്രതിസന്ധികളാണ് ഓരോ വേരുകളെന്ന് പറയുന്നത്. ഒരുപക്ഷെ നമ്മുടെ സാമ്പത്തിക പ്രതിസന്ധിയാകാം, ഒരുപക്ഷെ രോഗത്തിൻ്റെ പ്രതിസന്ധിയാകാം, ഒരുപക്ഷെ ജോലിയില്ലാത്ത പ്രശ്നമാകാം, ഒരുപക്ഷെ കുടുംബ പ്രശ്നമാകാം, ഒരുപക്ഷെ മക്കളില്ലാത്തുള്ള അവസ്ഥയാകാം, ഒരുപക്ഷെ മക്കളുടെ ഭാവി എന്താകുമെന്നുള്ള അവസ്ഥയാകാം, ഒരുപക്ഷെ മദ്യത്തിൻ്റെയൊക്കെ അടിമത്തത്തിലായിരിക്കാം. അങ്ങനെ പലവിധമായ പ്രതിസന്ധികൾ എൻ്റെയും നിങ്ങളുടെയും ജീവിതത്തിലുണ്ട്. അതിൽ ഈ പ്രതിസന്ധികളെ
നമ്മൾ കടുകുമണിയോളം വിശ്വാസം കൊണ്ട് ഈ പ്രതിസന്ധിയെ ഇവിടുന്ന് മാറി കരളിച്ചീഴുമെന്ന് പറഞ്ഞാൽ അത് സംഭവിക്കും. അതായത് ഇവിടെ നമുക്ക് കടുകുമണിയുണ്ട്, ഈ മൾബറി ട്രീ ഉണ്ട്. ഏതാണ് വലുതെന്ന് ചോദിച്ചാൽ ഒരുപക്ഷെ നമ്മൾ പറയും മരമാണെന്ന്. പക്ഷെ ഞാൻ പറയും മരമല്ല, കടുകാണ് വലുത്. അത് ജീവനുള്ള വിശ്വാസമാണ്. അത് ഈ മരത്തെ മുറിച്ചു കളയുകയല്ല, ആ മരത്തെ വേരോടെ ഇവിടെ നിന്ന് പറിച്ച് മാറ്റുമെന്ന് ദൈവത്തിൻ്റെ വചനം എന്നെയും നിങ്ങളെ ഓർമ്മപ്പെടുത്തുക. അത് മുറിച്ചു കളയല്ല. ഒരുപക്ഷെ മുറിച്ചു കളഞ്ഞാൽ അത് വീണ്ടും കിളിച്ചു വരാനായിട്ടുള്ള സാധ്യതയുണ്ട്. അത് വീണ്ടും കിളിച്ചു വരാനുള്ള സാധ്യതയുണ്ട്. പക്ഷേ ദൈവത്തിൻ്റെ വചനം നമ്മളെ ഓർമ്മിപ്പിക്കുകയാണ്, നിനക്ക് കടുകുമണിയോളം വിശ്വാസമുണ്ടെങ്കിൽ ഈ മരത്തോട്, നിൻ്റെ മുമ്പിലുള്ള പ്രതിസന്ധികളോട് നീ പറഞ്ഞാൽ അത് നിൻ്റെ ജീവിതത്തിൽ നിന്ന് മാറുമെന്ന് ദൈവത്തിൻ്റെ വചനം എന്നെയും നിങ്ങളെയും ഓർമ്മപ്പെടുത്തുന്നു. ഹല്ലേലൂയ. അന്നേരം നമ്മുടെ വിശ്വാസങ്ങൾ വർദ്ധിക്കണം. നമ്മൾ പ്രാർത്ഥിക്കുന്നുണ്ട്, നമ്മൾ വിശ്വസിക്കുന്നുണ്ട്. പലപ്പോഴും നമ്മൾ വിശ്വസിക്കുന്നത്, നമ്മൾ പ്രാർത്ഥിക്കുന്നതും ഇത് സംഭവിക്കുമെന്നുള്ള ആ ഒരു ബോധ്യത്തിലാണോ എന്ന് നമ്മൾ ചിന്തിക്കണം. നമുക്ക് കാണാൻ കഴിയുന്നുണ്ട് അപ്പോസ്തല പ്രവൃത്തികൾ 12-ാം അധ്യായത്തിൽ അവിടെ നമുക്ക് കാണാൻ കഴിയുന്നുണ്ട്. അതായത് യാക്കോബിനെ രാജാവ്, ഹെരോദസ് രാജാവ് യാക്കോബിനെ കൊന്നു, യാക്കോബിനെ കൊന്നു. അത് കഴിഞ്ഞിട്ടാണെങ്കിൽ പത്രോസിനെയും അവർ പിടിച്ചു. പെരുന്നാൾ കഴിഞ്ഞതിന് ശേഷം പത്രോസിനെയും വധിക്കാനായിട്ട് തീരുമാനിച്ചിരിക്കുക. അതിൻ്റെ സഭ ഒന്നടങ്കം പ്രാർത്ഥിച്ചു. സഭ എന്തിനു വേണ്ടിയാണ് പ്രാർത്ഥിച്ചത്? പത്രോസ് ലീഹായെ മോചിപ്പിക്കാൻ വേണ്ടി അവരൊന്നിച്ച് പ്രാർത്ഥിക്കുകയാണ്. അവരൊന്നിച്ച് പ്രാർത്ഥിച്ചു കഴിഞ്ഞപ്പോഴത്തേക്ക് കർത്താവ് ഒരു ദൂതനെ അയച്ചു. പത്രോസിനെ, ചങ്ങലകളിലായിരുന്ന ആ സെഡ് കാറ്റഗറി പ്രൊട്ടക്ഷൻ ഇരുന്ന പത്രോസിനെ ദൈവം കാരാഗ്രഹത്തിൽ നിന്ന് മോചിപ്പിക്കുക. അന്നേരം പത്രോസ് തനിക്ക് വേണ്ടി പ്രാർത്ഥിച്ചുകൊണ്ടിരുന്ന ആ ഒരു പ്രാർത്ഥനാ ഗ്രൂപ്പ് നടക്കുന്ന ഭവനത്തിലേക്ക് കടന്നില്ല. അവിടെ ചെന്ന് പത്രോസ് വാതിലിൽ മുട്ടി. അവിടുത്തെ വേലക്കാരി റോദ എന്ന് പറഞ്ഞ പെൺകുട്ടി ഇറങ്ങി വന്ന് പത്രോസിൻ്റെ സ്വരം തിരിച്ചറിഞ്ഞ് അവൾ പ്രാർത്ഥിച്ചിരുന്നോടി എന്ന് പറഞ്ഞു. പത്രോസ് മോചിച്ചു. അന്നേരം അവർ പറഞ്ഞു, നിനക്ക് ഭ്രാന്താണ്. അവൾ വീണ്ടും പറഞ്ഞു, പത്രോസ് വാതിൽ നിൽക്കുന്നു. അവരെന്തിനു വേണ്ടിയാണ് പ്രാർത്ഥിച്ചത്? പത്രോസിനെ മോചിപ്പിക്കാൻ വേണ്ടി. അന്നേരം ഇവിടെ വീണ്ടും പറഞ്ഞു അവൻ്റെ കാവൽ ദൂതനായിരിക്കും എന്ന് പറഞ്ഞു. അതാണ് വിശ്വാസം. അവരങ്ങനെയാണ് ചിന്തിക്കുന്നത്. അവർ പ്രാർത്ഥിച്ചെങ്കിലും വിശ്വസിക്കുന്നില്ല. പക്ഷേ നമ്മുടെ ജീവിതത്തിൽ പ്രാർത്ഥിക്കുന്നത് സംഭവിക്കുമെന്ന് ഞാനും നിങ്ങളും വിശ്വസിക്കണം. ഹല്ലേലൂയ. ഞാനും നിങ്ങളും വിശ്വസിക്കണം. ആ ഒരു വിശ്വാസത്തിലേക്ക് ഞാനും നിങ്ങളും വളരേണ്ടിയിരിക്കുന്നു. അതുകൊണ്ടാണ് റോമാക്കാർക്കെതിരെ ലേഖനം അതിൻ്റെ 4-ാം അധ്യായത്തിൽ അതിൻ്റെ 18 മുതലുള്ള വാക്യങ്ങൾ നമുക്ക് കാണാൻ കഴിയുന്നുണ്ട്. അബ്രഹാത്തിൻ്റെ വിശ്വാസം നമുക്ക് കാണാൻ കഴിയുന്നുണ്ട്. അബ്രഹാം വിശ്വസിച്ചത് എങ്ങനെയാണ്? നമ്മൾ ആദ്യം കണ്ടു, അബ്രഹാമും ഏലിയായും ഒക്കെ വിശ്വസിച്ചതുപോലെ. അബ്രഹാമത്തിനാണെങ്കിൽ അതിൻ്റെ 18 പറഞ്ഞിരിക്കുന്നു, 100 വയസ്സായ തൻ്റെ ശരീരം മൃതപ്രായമായിരിക്കുന്നു, സാറയുടെ ഉദരം വന്ധ്യമാണെന്നറിയാമായിരുന്നിട്ടും അവൻ്റെ വിശ്വാസം ദുർബലമായില്ല. വിശ്വാസമില്ലാത്തവനെ പോലെ ദൈവത്തിൻ്റെ വാഗ്ദാനത്തിനെതിരെ അവൻ ചിന്തിച്ചില്ല. അന്നേരം എൻ്റെയും നിങ്ങളുടെയും ജീവിതത്തിൽ ദൈവം അനേക വാഗ്ദാനങ്ങൾ നൽകിയിട്ടുണ്ട്. ഈ ദൈവത്തിൻ്റെ വാഗ്ദാനത്തിനെതിരെ ഞാനും നിങ്ങളും ചിന്തിക്കരുത്. നമ്മുടെ പൂർവ്വപിതാവ്, വിശ്വാസികളുടെ പിതാവ് അബ്രഹാം അങ്ങനെ ചിന്തിച്ചില്ലെങ്കിൽ ഞാനും നിങ്ങളും അങ്ങനെ ചിന്തിക്കരുത്. മറിച്ച് ദൈവത്തെ മഹത്വപ്പെടുത്തിക്കൊണ്ട് അവൻ വിശ്വാസത്തിൽ ശക്തി പ്രാപിച്ചു. വാഗ്ദാനം നിറവേറ്റാൻ ദൈവത്തിന് കഴിയുമെന്ന് അവന് പൂർണ്ണ ബോധ്യമുണ്ടായിരുന്നു. വാഗ്ദാനം നിറവേറ്റുവാൻ ദൈവത്തിന് കഴിയുമെന്ന് അബ്രഹാമിന് പൂർണ്ണ ബോധ്യമുണ്ടായിരുന്നു. അന്നേരം നമ്മളോടുള്ള വാഗ്ദാനം ദൈവത്തിന് നിറവേറ്റാൻ കഴിയുമെന്നുള്ളൊരു പൂർണ്ണ ബോധ്യം എനിക്കും നിങ്ങൾക്കും ഉണ്ടാകണം. ഇതായിരിക്കണം എൻ്റെ നിങ്ങളുടെ വിശ്വാസം. ഈ വിശ്വാസം, കടുകുമണിയോളം വിശ്വാസം എൻ്റെയും നിങ്ങളുടെയും ജീവിതത്തിലുണ്ടെങ്കിൽ, ഈ പ്രതിസന്ധികളെ, വളരുന്ന വിശ്വാസമുണ്ടെങ്കിൽ ഈ പ്രതിസന്ധികളെ ഇവിടുന്ന് എടുത്തു മാറ്റി എൻ്റെയും നിങ്ങളുടെയും ജീവിതത്തിൻ്റെ പ്രതിസന്ധികളെ, കൊടുങ്കാറ്റിനെ, അതിനെ ശാന്തമാക്കാനുള്ള വലിയൊരു ശക്തി ദൈവം എന്നിലും നിങ്ങളിലും നിക്ഷേപിച്ചിരിക്കുകയാണ്. അതുകൊണ്ടാണ് കടുകുമണിയോളം വിശ്വാസമുണ്ടെങ്കിൽ, ഈ വളരുന്ന വിശ്വാസം കൊണ്ട് നമ്മുടെ പ്രതിസന്ധികളെ തരണം ചെയ്തുകൊണ്ട് സ്വർഗത്തെ ലക്ഷ്യമാക്കി ജീവിക്കുവാൻ സർവശക്തനായ ദൈവം നമ്മളെ ഓരോരുത്തരെയും അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ഹല്ലേലൂയ. ഈ പ്രോഗ്രാമിനെ കുറിച്ചുള്ള നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും ഇമെയിലിലൂടെ ഞങ്ങളെ അറിയിക്കുക. purappadu.uae@gmail.com. പരിശുദ്ധാത്മവരങ്ങളാലെന്നും ഹൃദയത്തിനകതാ
സ്നേഹത്തിൻ പുതുയാത്ര